അങ്ങനെ നമ്മുടെ ഷാജിദ ഷാജി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവരുടെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. കുറേ പേര് എന്റെ കല്യാണം കഴിഞ്ഞെന്നുള്ളൊരു വീഡിയോസ് എടുത്തിട്ട് ഇങ്ങനെ പറയുന്നു. ഞാൻ ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളും. പക്ഷേ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലോ ഇന്റർവ്യൂവിലോ ഏതാ ചെറുക്കൻ എന്താണ് ഏതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് പറയാനാണ് ഞാൻ വന്നത്. എന്താണെന്ന് പറയാമെന്ന് വെച്ചാൽ, മെയിനായിട്ട് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ ചെറുക്കൻ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടില്ല ഇന്ന ആളാണ്. പിന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി വയനാട്ടിലും ബാക്കിയുള്ള സ്ഥലത്ത് ഇങ്ങനെ ഞങ്ങൾ കറങ്ങാൻ പോയ സ്ഥലത്ത്, ഒരു ടൂറ് പോലെ പോയ സ്ഥലത്തെ വീഡിയോസ് എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് പേരെടുത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതാണ് ഷാജിദാൻ്റെ ചെറുക്കൻ, അത് മെയിനായിട്ട് എടുത്തിട്ട് ചാനൽ സൂഫി സഫർ ഇസ്ലാമിക് ചാനലുണ്ടല്ലോ, അവരാണ് എടുത്തിട്ടത്. ഷോർട്ട് വീഡിയോ, അതിൻ്റെ ഷോർട്ട് എടുത്തിട്ടിട്ട് പറഞ്ഞിട്ടാണ് ചെയ്തത്. കാരണം അതിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് എറണാകുളത്ത് കൊച്ചിയിലാണ്. ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നതാണ്. പിന്നെ എന്താ പറയുക, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്ന ചെറുക്കനാണ് ഇന്ന സ്ഥലത്താണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം പറയേണ്ട അങ്ങനെ ആ യൂട്യൂബിൽ നമ്മൾ ഷോർട്സ് ഇട്ടതിലത്തെ ചെറുക്കനാണ്, അതിൽ കാണുന്ന ആളാണ് ഞാൻ കല്യാണം കഴിച്ചതെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. വേറെ കുറേ ചാനൽ ആര് എടുത്തിട്ടതാണ്. സത്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം, എനിക്ക് ഒരുപാട് എന്താ പറയുക ശല്യങ്ങളുണ്ടായിരുന്നു. കാരണം എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം കല്യാണം കഴിക്കണം പറഞ്ഞിട്ട് ഒരുപാട് ശല്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. കോൾസും കാര്യങ്ങളും എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്ത കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവർക്കൊരു, പിന്നെ ഒരുപാട് പേര് കല്യാണത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് അതിന് വെക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ ഇൻ്റർവ്യൂസിലൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ്റർവ്യൂസിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മെയിനായിട്ട് ഇത് ഈ ഇങ്ങനെയുള്ള ശല്യങ്ങളും കാരണങ്ങളും കൊണ്ട് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ നിന്നത്. പക്ഷേ ഇത് ഒരുപാട് എന്താ പറയുക വേറെ സംഭവത്തിലേക്ക് എത്തിച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അവർ ശരിക്കും പറ്റിച്ചിരിക്കുന്നത് അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ മാത്രമല്ല, അവരെ സാമ്പത്തികമായി സഹായിച്ച ആളുകൾ, പിന്നെ അവരെ ഇന്റർവ്യൂ ചെയ്ത മഴവിൽ കേരള പോലെയുള്ള മെയിൻ സ്ട്രീം ചാനലുകൾ, അങ്ങനെ അവരറിയാവുന്ന എല്ലാവരെയും അവർ പറ്റിച്ചു എന്നതാണ്. നമുക്കിതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ കൂടെ കണ്ടു നോക്കാം. നിങ്ങൾ ഈ ഒരു ഫോട്ടോ ഇവിടെ കണ്ടല്ലോ, ഈ സ്ക്രീനിൽ കിടക്കുന്ന ഒരു ഫോട്ടോ കണ്ടോ? ഈ ഒരു ഫോട്ടോയിൽ ഫെഡറൽ ബാങ്കിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് ട്രാൻസാക്ഷൻ നടത്തിയതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 43,500 രൂപ ഷാജിദയ്ക്കാണ് ഇത് അയച്ചിട്ടിരിക്കുന്നത്. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതിലുണ്ട്. അതിന്റെ ഡേറ്റ് ആണ് ഞാനിത് ഇടാൻ കാരണം. ഡേറ്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നവംബർ 13, 2024 8:03, അതായത് പകൽ സമയത്ത്. അപ്പൊ ആ നവംബർ 13 എന്നുള്ള ഡേറ്റ് മനസ്സിലായാലും, ഇത് 43,500 രൂപ ഷാജിദയ്ക്ക് കൊടുത്ത ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ആണ്. ഇതില് ഈ ഒരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് പറയുന്നത് വെച്ചാൽ, ഈ ഒരു ഷാജിദയുടെ കഴുത്തിൽ കിടക്കുന്ന മഹർ എന്ന് പറയുന്ന ആ ഒരു മാല ഉണ്ടല്ലോ, അത് ഈ ഷറഫലി കൊടുത്തതല്ല, പകരം മറ്റൊരാളാണ് ഈ ഒരു മാല വാങ്ങിക്കാനുള്ള പൈസ കൊടുത്തിരുന്നു എന്ന് പറയുന്നത് കേട്ടോ. 43,500 രൂപ എന്ന് പറയുന്നത്. ഈ ഷറഫലിയെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോ തന്നെ അതിലും ആ ഷറഫലിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, ആ മാല എന്ന് പറയുന്നത് ഷറഫലി വാങ്ങിച്ചു കൊടുത്തതല്ല എന്ന് പ്രത്യേകിച്ചെടുത്ത് പറയുന്നുണ്ട്. മാല വാങ്ങിക്കാനുള്ള ആ ഒരു ട്രാൻസാക്ഷൻ ഐഡിയും അതിന് പിന്നാലെ തന്നെ ഈ ഒരു ഫോട്ടോയും അയച്ചിട്ടുണ്ടായിരുന്നു. ഷാജിദ ആ മാലയൊക്കെ ഇട്ട് അയച്ചു കൊടുത്തത്, അതായത് ഈ ഒരു ട്രാൻസാക്ഷൻ ഐ ഡി അയച്ചു കൊടുത്ത ആ വ്യക്തി തന്നെയാണ് ഈ ഫോട്ടോയും ഷെയർ ചെയ്തിരിക്കുന്നത്. അതായത് ഈ മാല വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വ്യക്തി പൈസ കൊടുത്തിരുന്നത്. ആ മാല വാങ്ങിച്ച് ഇട്ടുകൊണ്ട് നമ്മുടെ ഷാജിദ അത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. എന്തായാലും ഈ ഒരു പുള്ളിക്കാരൻ എന്ന് പറയുന്ന റൌഫ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ്. ആ പുള്ളിക്കാരൻ ഇപ്പൊ മിക്ക യൂട്യൂബേഴ്സിനും ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫോട്ടോസും വോയിസ് റെക്കോർഡും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഷാജിദയുടെ എന്താണ് ഇവിടെ സംഭവം എന്നുള്ളത് നമുക്ക് ആ ഒരു വോയിസ് റെക്കോർഡ് എന്താണെന്ന് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. ലോക്കറ്റ് അടിക്കാൻ കൊടുക്കുന്നുണ്ട്, അതിന് ഒരു 11,000 അഡ്വാൻസ് ചെയ്യണം ഇന്നത്തെ റേറ്റിന്. ലോക്കറ്റ് അടിക്കാൻ കൊടുത്തിരിക്കുന്നു, അതിന് 11,000 രൂപ വേണം, അതായത് അഡ്വാൻസ് കൊടുക്കാൻ വേണം എന്നാണ് നമ്മുടെ ഷാജിദ പറയുന്നത്. അപ്പൊ ഈ ഒരു വോയിസ് റെക്കോർഡും ആ ഒരു വ്യക്തി അയക്കുന്നുണ്ട്. ഇതിൽ ബാക്കിയുടെ കേട്ടു നോക്കാം. ആഗ്രഹമല്ല ഇപ്പൊ പൂർത്തിയാക്കി കൊണ്ടിരിക്കണത്. പൂർത്തിയായല്ലോ, എടുത്തല്ലോ. പിന്നെ പേരെന്താ കൊടുക്കണ്ടേ, വേഗം പറയും.
റഹൂഫ് സ്പെല്ലിങ് വിട്ടി എങ്ങനെയാണത്? കണ്ടോ, ആ മാല വാങ്ങിച്ചിട്ട് പേരെന്താ കൊടുക്കേണ്ടതെന്ന് ഷാജിദ ചോദിക്കുന്ന ആ ഒരു വോയിസ് തന്നെയുണ്ട്. റഹൂക്ക് എന്ന് ഷാജിദ പറയുന്നുണ്ട്. അതിന്റെ സ്പെല്ലിംഗ് കൂടെ പുറത്ത് പറയണം എന്നാണ് പറയുന്നത്. എന്തായാലും നമ്മളിവിടെ ഷറഫ് അലി എന്നുള്ള പേരല്ല കേട്ടത്, റഹൂക്ക് എന്ന് നമ്മുടെ ഷാജിദയുടെ വായിൽ നിന്ന് തന്നെയാണ് ആ പേര് വന്നിരിക്കുന്നത്. ഞാൻ അതല്ല ചോദിച്ചത്, നിങ്ങള് അവിടുന്ന് നാട്ടിൽ എപ്പോഴും വരാം? അടുത്ത മാസം വരുമോ? അടുത്ത മാസം വരികയാണെന്നുണ്ടെങ്കിൽ നിൽക്കാനും കാര്യങ്ങൾ നോക്കാനാണ്. വേറെ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. എന്നിട്ട് വീടെടുത്തിട്ട് താമസിക്കാം തൽക്കാലം. പിന്നെ നമുക്ക് വീട് മേടിക്കാം, എന്തെങ്കിലും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ കഴിച്ചിട്ട് നിങ്ങളെ വീട്ടിൽ താമസിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ നിങ്ങളെ ഉമ്മാൻ്റെ അടുത്ത് ഉപ്പാൻ്റെ അടുത്ത് ഞാൻ റെഡിയാണ് അവരുടെ കൂടെ നിൽക്കാൻ. ഇല്ലാന്ന് നിൽക്കാഴ്ച സമാധാനത്തിൽ നിങ്ങളുടെ ഭാര്യ എന്നുള്ള ഒരു നിലയിൽ എനിക്ക് ജീവിക്കാം. ഇത് ഈ ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ, അതെനിക്ക് കേട്ട് മടുത്ത്. എനിക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക ടെൻഷൻ ഒരുപാടുണ്ട് എനിക്ക്. അതൊന്ന് മാറ്റി കിട്ടണം. എവിടെ മക്കളുടെ ഉപ്പ അല്ലെങ്കിൽ ഹസ്ബൻഡ് എവിടെയെന്ന് വെച്ചാൽ എനിക്ക് പറയാനൊരാളുണ്ട്, ആൾ വേണം എനിക്ക്. അത് മാത്രമല്ല, എല്ലാത്തിനും കട്ട സപ്പോർട്ടായിട്ട് ഒരാൾ നമ്മുടെ കൂടെ വേണം. അത് മസ്റ്റാണ്. ഇല്ലാന്നുണ്ടെങ്കിലേ ജീവിതം വേസ്റ്റാണ്. ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അനുസരിച്ച് അവർ വിവാഹം ചെയ്തെന്ന് പറയപ്പെടുന്ന 26 വയസ്സുള്ള ആ പയ്യനല്ല അവർക്ക് ലോക്കറ്റ് വാങ്ങിക്കാനുള്ള പൈസ ഇട്ട് കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഒരേ സമയം ഒന്നിലധികം പുരുഷന്മാരെ വാക്ക് പറഞ്ഞ് പറ്റിക്കുകയാണ് അവർ ചെയ്തത്. എന്തായാലും ഷാജിദയുടെ വീഡിയോയിലേക്ക് പോകുമ്പോൾ അവർ പറഞ്ഞത് അവരുടെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല, അത് ഒരു നുണയായിരുന്നു എന്നാണ്. എന്നാൽ അവർ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ ആ ഒരു 26 വയസ്സുള്ള പയ്യനുമായിട്ട് അവര് റിസോർട്ടിലും അങ്ങനെ ഒരുപാട് സ്ഥലത്ത് കറങ്ങാൻ പോയതിന്റെ ഷോർട്സ് വീഡിയോസ് ഒക്കെ അവരുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അവരിട്ടിട്ടുണ്ട്. ഇത് കണ്ടിട്ടാണ് ആളുകൾ ഇതാണോ പയ്യൻ എന്ന് അവരോട് ചോദിക്കുന്നതും അവസാനം അവരത് റിവീൽ ചെയ്യുന്നതും തന്നേക്കാൾ പ്രായം കുറഞ്ഞ 26 വയസ്സുള്ള പയ്യനാണെന്ന് മറ്റുള്ളവരോട് തുറന്നു പറഞ്ഞതും ഈ ഒരു ഷോർട്സ് പുറത്തു വന്നതിന്റെ പിന്നാലെയാണ്. അതിനുശേഷം എല്ലാ ഇന്റർവ്യൂസിലും അവർ വന്ന് പറഞ്ഞത് ഇത് അവരുടെ ഹസ്ബൻഡ് ആണെന്ന് തന്നെയാണ്. പിന്നീടാണ് അവർ ഇന്ന് വന്ന് അവരുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ പറയുന്നത് അത് ഹസ്ബൻഡ് അല്ല, അത് അവരുടെ സുഹൃത്താണെന്ന്. എന്തായാലും ഈ വാർത്തക്ക് പിന്നാലെ ആ പയ്യന്റെ വിവാഹം മുടങ്ങി എന്ന വാർത്തയാണ് കേൾക്കുന്നത്. ഇതിപ്പോ ഇവരുടെ ഹസ്ബൻഡിന്റെ സിസ്റ്റർ ഇവരെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത് അതെല്ലാം ശരിവെക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവരിനി യൂട്യൂബ് നിർത്തി പോകുന്നതായിരിക്കും നല്ലത്. കാരണം അത്രയേറെ നുണക്കഥകളാണ് ഇവർ ഓരോ ദിവസവും അവരുടെ ചാനൽ വഴി ആളുകളിലേക്ക് എത്തിക്കുന്നത്. ഇവരെ സഹായിച്ചവരെല്ലാവരും തന്നെ ഇപ്പോൾ വന്ന് പറയുന്നത് ഇനി ആരും ഇവരെ സപ്പോർട്ട് ചെയ്യരുതെന്നാണ്. കാരണം ആ കുട്ടികൾക്ക് കൂടി കൊടുക്കാൻ ആളുകൾ സഹായിച്ച പണം കൊണ്ടാണ് ഇവര് റിസോർട്ടിലും മറ്റും പോയി അടിച്ചു പൊളിച്ച് ആ പണമെല്ലാം ചെലവഴിച്ചത്. ഒരുപക്ഷെ ഇത്രയും സൈബർ ബുള്ളിങ്സ് വന്നതിന്റെ പിന്നാലെ ആ പയ്യന്റെ ഫാമിലിയൊക്കെ ഇടപെട്ട് ചിലപ്പോൾ ആ പയ്യൻ ഇതിൽ നിന്നും പിന്മാറിയതുമാകാം. ഇങ്ങനെ ഒരു കാര്യം റിവീൽ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാകാം ചിലപ്പോൾ ഇങ്ങനെ ഒരു കഥ തന്നെ അവർ ഉണ്ടാക്കിയത്. എന്റെ വിവാഹം കഴിഞ്ഞു, ഇതാണ് എന്റെ മഹർ എന്ന് സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞ വ്യക്തി ഇപ്പോൾ ഇതെല്ലാം മാറ്റി പറയുകയാണ്. ഷാജിദ് ഇട്ട ലോക്കറ്റിൽ ഉണ്ടായിരുന്ന പേര് എന്താണെന്ന് ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ ഒരു കുട്ടി പറയുന്നത് കാണാം. ഇതൊന്നും കൂടാതെ തന്റെ ഹസ്ബൻഡിന് താൻ ഗോൾഡിന്റെ ചെയിനും റിംഗ് ഒക്കെ വാങ്ങിക്കൊടുത്തെന്നും ഹസ്ബൻഡും തന്നെ സാമ്പത്തികപരമായി ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും ഷാജിദ് ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ നമ്മൾ കേട്ട വോയിസിൽ വ്യക്തമാണ് ഈ ലോക്കറ്റ് പണിയാൻ വേണ്ടിയിട്ട് ഈ ഷാജിദ വേറൊരു പയ്യന്റെ അടുത്താണ് പറയുന്നത്. ആ പയ്യൻ ഷാജിദിന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കുന്നുമുണ്ട്. അതിന്റെ സ്ക്രീൻഷോട്ടും വോയിസൊക്കെയാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത്. അപ്പോൾ ഒരേ സമയം ഒരുപാട് പേരെ സ്നേഹിക്കുന്നതായിട്ട് ഇതിലൂടെ ആർക്കായാലും മനസ്സിലാകും. സോഷ്യൽ മീഡിയയിലൂടെ ഇതെല്ലാം പുറത്തു വന്നപ്പോൾ ആകെ മൊത്തത്തിൽ ക്ലാഷായി. അപ്പം എന്ത് ചെയ്യണം എന്നറിയാതെ ആയിരിക്കാം ചിലപ്പോൾ ഇവര് വിവാഹം കഴിഞ്ഞില്ല എന്ന് വീണ്ടും സോഷ്യൽ മീഡിയ കൂടി തന്നെ വന്ന് പറഞ്ഞത്. കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പാണ് തന്റെ QR കോഡ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ട് മറ്റുള്ളവരോട് ഇവർ സാമ്പത്തിക സഹായം ചോദിച്ചത്. TV ചാനലിലൊക്കെ ഇവരുടെ ഇന്റർവ്യൂ വന്നതോടുകൂടി ജെന്യുവിൻ ആണെന്ന് വിചാരിച്ച് പ്രവാസികൾ പോലും ഇവരുടെ അക്കൗണ്ടിലേക്ക് ഒരുപാട് പണം നൽകി സഹായിച്ചു. അങ്ങനെ ഇവരുടെ സോഷ്യൽ മീഡിയ എല്ലാവരും ഫോളോ ചെയ്യാൻ തുടങ്ങി. അതിലൊരുപാട് ഷോർട്സ് ഒക്കെ ആളുകൾ കാണുകയുണ്ടായി. അങ്ങനെയാണ് ആളുകൾക്ക് മനസ്സിലായത് ആളുകൾ സഹായിച്ച പൈസ കൊണ്ട് ഇവര് ഓൺലൈൻ വഴി പരിചയപ്പെട്ട ആൺ സുഹൃത്തുക്കളുമായിട്ട് റിസോർട്ടിലും കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് കറങ്ങി നടക്കുകയാണെന്ന് ഇത് അവർ അവരുടെ ഇന്റർവ്യൂവിലും പറയുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ഇവരുടെ സ്വഭാവം തുറന്നു കാണിക്കുന്ന ഒരു വോയിസ് യൂട്യൂബറായ ഷെഫീന ബേബി പുറത്തുവിട്ടിരുന്നു.
അന്ന് ഒരുപാട് പേർ ഷെഫിനെ വിമർശിച്ചിരുന്നു. എന്നാൽ ഇന്ന് പലരും മനസ്സിലാക്കുന്നുണ്ട് അവർ പറഞ്ഞതിലൊക്കെ കാര്യമുണ്ടായിരുന്നു എന്ന്. ഈ ഒരു വോയിസിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവർക്ക് വേണ്ടിയിട്ട് ലോക്കറ്റ് വാങ്ങാൻ പണം ചെലവാക്കിയതൊക്കെ റഫൂഖ് എന്ന പയ്യനാണ്. ഈ ഒരു പേര് ഷാജിദയുടെ വോയിസിൽ നിന്ന് വളരെ കൃത്യമായിട്ട് തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇവർ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി എന്ന പേരിൽ എല്ലാവരെയും പരിചയപ്പെടുത്തിയത് ഷറഫ് അലി എന്ന വ്യക്തിയെയാണ്. അവസാനം താൻ ചതിക്കപ്പെടുകയാണെന്ന് മനസ്സിലാക്കിയ റഫൂഖ് ഈ ഒരു വോയിസും ചാറ്റുമെല്ലാം പുറത്തുവിടുകയാണ് ചെയ്തത്. അങ്ങനെ ഷാജിയുടെ യഥാർത്ഥ മുഖം പുറത്തായി. ഇനിയെങ്കിലും ആരെങ്കിലും കരഞ്ഞു വന്ന് നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ നന്നായി അന്വേഷിച്ച് മാത്രം നിങ്ങൾ അവരെ സഹായിക്കുക. ഇതിപ്പോ ആദ്യം തന്നെ അവരെ സഹായിച്ച റിയാക്ഷൻ ചാനലുകളെ അവർ ചൊറിയാൻ നോക്കി. ലാസ്റ്റ് അവര് കാരണം തന്നെ ഇവരുടെ റിയൽ ഫേസ് പുറത്തായി എന്നുള്ളതാണ്.